യാമൽ തേനമ്പറമ്പിൽ കൂടി ചേർന്നുണ്ട്. നമ്മൾ ദുബായിൽ നിന്നുള്ള പോയിന്റുകളിലേക്കാണ് എത്തിയത്. ഇവിടെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ എന്തെല്ലാം കഴിയും? ശശി തരൂർ കോൺഗ്രസ് വിട്ടേക്കുമെന്ന സൂചന പ്രബലപ്പെടുന്ന ഏത് തരത്തിലാണ്? ഇപ്പോൾ ഹോട്ടലിലേക്ക് പോകുന്നു. ഒരു വ്യവസായിയുടെ കാര്യം ഉൾപ്പെടെ പ്രത്യേക സൂചനകളായി വരുന്നു. എപ്പോൾ ചർച്ച നടക്കും? ഏത് തരത്തിൽ ആലോചനകൾ നടക്കുന്നു? അമൽ, ഇന്ന് വൈകുന്നേരത്തോടെ ഉച്ചയോടുകൂടിയാണ് തരൂർ അവിടെ ലാൻഡ് ചെയ്തതായുള്ള വിവരം ലഭ്യമാകുന്നത്. അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടെ ചർച്ച എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ തരൂർ ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു വിവരം, ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് സമിതി യോഗം ചൊവ്വാഴ്ച നടക്കാനിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള യോഗമാണ്. ആ തിരഞ്ഞെടുപ്പ് സമിതി സമർപ്പിക്കുന്ന പട്ടികയാണ് പിന്നീട് സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുന്നിലേക്ക് എത്തുകയും ആ പട്ടികയ്ക്ക് ഹൈക്കമാൻഡിന് അംഗീകാരം ഉണ്ടാവുകയും ചെയ്യുന്നത്. ആ പട്ടിക തയ്യാറാക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ തരൂർ പങ്കെടുക്കുന്നില്ല, ചൊവ്വാഴ്ചത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാകുന്നു. അതോടൊപ്പം രാഹുൽ ഗാന്ധിയുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ട്. ആ കൂടിക്കാഴ്ചയുടെ കാര്യത്തിലും ഒരു വ്യക്തത നൽകുന്നില്ല. അതായത് തരൂർ ഇടഞ്ഞു തന്നെ നിൽക്കുന്നു. അങ്ങനെ ഇടഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല, അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധിയുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കില്ല. രണ്ടും വളരെ പ്രധാനമാണ് രാഷ്ട്രീയമായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട യോഗത്തിൽ ഡൽഹിയിൽ പങ്കെടുക്കാത്തത് എന്തുകൊണ്ട് എന്ന് KC വേണുഗോപാൽ വിശദീകരിക്കുന്നുണ്ട്. ഗുരുദേവനും ആയി ബന്ധപ്പെട്ട പുസ്തകത്തിന്റെ പ്രകാശനത്തിനകം അക്കാര്യം ഞാനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഞങ്ങൾ അനുമതി നൽകിയിരുന്നു. അതിന്റെ ഭാഗമായാണ്, പാർട്ടി അനുമതിയോടുകൂടിയാണ് വിട്ടുന്നത്. അതിനപ്പുറത്തേക്ക് വാർത്തകൾക്ക് പ്രസക്തിയില്ല എന്നാണ് സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത്. ഇപ്പോൾ ഈ ചൂണ്ടിക്കാണിക്കപ്പെട്ട അടുത്ത ദിവസങ്ങളിലെ യോഗവും രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച, ഈ കൂടിക്കാഴ്ചകളുടെ കാര്യത്തിൽ എന്തുകൊണ്ട് വിട്ടുനിൽക്കുന്നു എന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്ത് പരിപാടി, ഇപ്പോൾ പുസ്തകോത്സവമാണെങ്കിൽ അവിടെ വളരെ പ്രധാനപ്പെട്ട സെഷൻ ഉള്ളത് കൊണ്ട് മാറി നിൽക്കുന്നതാണോ? അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പ്രസക്തിയായി ഇപ്പോൾ തന്നെ നമ്മൾ കാണേണ്ടതുണ്ടോ? കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കാത്തത്, കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ആ യോഗത്തിലുണ്ടായിരുന്നു. രാഷ്ട്രീയ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും അതോടൊപ്പം തന്നെ KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പങ്കെടുത്ത യോഗമാണ്. അതിൽ നിന്നും വിട്ടുനിന്നത് ശശി തരൂർ മാത്രമാണ്. അപ്പോൾ ആ യോഗത്തിൽ എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്നുള്ളതിന്റെ പ്രതികരണം തരൂരിനോട് ചോദിച്ചപ്പോൾ, ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകത്തിന്റെ പ്രകാശനമുണ്ട്, ആ പ്രകാശനത്തിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്, അതിനാൽ തന്നെയാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. ഈ കാര്യം നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം തരൂർ പറഞ്ഞിരുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകർ തുടർച്ചയായി തരൂരിനോട് ചോദിച്ചു, കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പങ്കെടുത്ത പരിപാടിയിൽ ഒരു അവഗണന നേരിട്ടു, അതിനാലാണോ താങ്കൾ പങ്കെടുക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ പറയാനുള്ളതെല്ലാം ഞാൻ പാർട്ടിയിൽ പറയാം. അവഗണന നേരിട്ടതിൽ അതൃപ്തി ഉണ്ടെന്നോ ഇല്ലെന്നോ തരൂർ പറഞ്ഞില്ല. പക്ഷേ തരൂരിന്റെ പ്രതികരണത്തിൽ അതൃപ്തി വ്യക്തമായിരുന്നു. താൻ അതൊക്കെ നേതൃത്വത്തിൽ സംസാരിക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷേ നേതൃത്വവുമായുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് പിന്നീട് തരൂർ ഒരു സാഹചര്യം ഒരുക്കുന്നില്ല, അല്ലെങ്കിൽ തരൂർ അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നിർണായകമായ കാര്യം. അതിനിടയിലാണ് ഇത്തരം ഒരു ചർച്ച കൂടി ഉയർന്നു വരുന്നത്. തരൂർ കോൺഗ്രസ് വിട്ടേക്കുമോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഘട്ടത്തിൽ തരൂരിന് ഒരു മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു ക്ലെയിമാണ്, അല്ലെങ്കിൽ ഒരു ബാർഗൈനിങ് പവർ എന്നൊക്കെ പറയുന്ന തരത്തിൽ കോൺഗ്രസിന് മുന്നിലേക്ക് വെക്കുന്നതാണോ ഇത്, ഒരു സമ്മർദ്ദം ചെലുത്തുകയാണോ എന്നുള്ള കാര്യം കൂടി വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും എന്താണ് തരൂരിന്റെ ലക്ഷ്യമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒരു ചർച്ച എന്തായാലും നടക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം തരൂർ ക്യാമ്പിൽ നിന്ന് ഈ വാർത്തകൾ തള്ളുന്നില്ല. തരൂർ കോൺഗ്രസ് വിട്ടേക്കുമെന്ന സൂചന തരൂർ ക്യാമ്പ് വരെ നൽകുകയാണ്. അങ്ങനെ നമുക്ക് സംഗ്രഹിക്കാൻ കഴിയുമോ? CPM നേതാക്കളുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? CPMൽ തരൂർ CPMലേക്ക് എത്തുന്നു എന്ന ഗൗരവതരമായ അന്തരീക്ഷം, അല്ലെ ചൂടുപിടിക്കുന്ന അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ടോ? CPMന്റെ ദേശീയ നേതൃത്വത്തിലുള്ള നേതാക്കൾ ഈ വാർത്ത, ഇത്തരത്തിലുള്ള വിവരം ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു പരസ്യമായ ചർച്ച നേതൃത്വവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല, നേതാക്കൾ ഇടപെട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുതന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നേതൃത്വവുമായി അത്തരം ഒരു ചർച്ചയ്ക്ക് മുന്നോടിയായുള്ള ഒരു ചർച്ചയാണ് ദുബായ് കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇന്ന് വൈകിട്ട് ആ ചർച്ച നടക്കും. ഒരു വ്യവസായിയാണ് ഈ ചർച്ചയ്ക്കെല്ലാം ഇടനില നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന വിവരം. ഈ വാർത്ത എന്തായാലും CPM കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഒരു ശശി തരൂർ അടുക്കാനുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ള വിവരം തരൂരിന്റെ ക്യാമ്പ് തള്ളുന്നില്ല. അതായത് വ്യവസായി ഉണ്ട്, തരൂരുണ്ട്, നമുക്കറിയാം. CPM ഉണ്ട്, BJP ഉണ്ട്. പക്ഷേ ഈ വ്യവസായി കൂടിയുണ്ട്. ദുബായിലാണ് തരൂരുള്ളത്. അവിടെ ചർച്ച നടക്കും, അത് ഉറപ്പിക്കാമോ? ദുബായിൽ ചർച്ച നടക്കും എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നത് തരൂർ ക്യാമ്പിൽ നിന്നാണ്. അതിനാൽ തന്നെ സ്വാഭാവികമായി നമുക്ക് ആ വിവരം ഉറപ്പിച്ച് പറയാൻ കഴിയും. ഒരു ചർച്ചയ്ക്കുള്ള തയ്യാറെടുപ്പ് ശശി തരൂർ നടത്തുകയാണ്. നേരത്തെ BJPയിലേക്ക് തരൂർ എന്നൊരു വാർത്ത വരുമ്പോൾ പോലും സാഹചര്യങ്ങൾ, വാതിലുകൾ തുറന്നിടുന്നു എന്ന നിലയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം നേരത്തെ അമൽ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട എന്തുണ്ട്, പാർട്ടിയിലെ തർക്കവുമായി ബന്ധപ്പെട്ട്, പാർട്ടിയിൽ ഒഴിവാക്കപ്പെട്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നും തള്ളാതെ, എന്നാൽ അങ്ങനെ ചിലതുണ്ട്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പാർട്ടിയിൽ പറയാം എന്ന് കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിന്റെ പ്രതികരണം, ആ നിലപാട് നമ്മൾ പരസ്യമായി കണ്ടതാണ്. അപ്പോൾ പ്രശ്നങ്ങളുണ്ട് എന്നത് തരൂർ പൊതുസമൂഹത്തിന് മുന്നിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നു. ആ പോയിന്റിൽ നിന്ന് അടുത്തൊരു പോയിന്റിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്.